റഷ്യൻ സൈന്യം ഉക്രൈനിലെ വ്യോമാക്രമണ സംവിധാനങ്ങൾക്കും ഡ്രോൺ ശൃംഖലകൾക്കും നേരെ നടത്തുന്ന നീക്കങ്ങളിൽ ഏറ്റവും പുതിയതും നിർണായകവുമായ ഒന്നാണ് കീവ് മേഖലയിലെ ബോറിസ്പിലിന് സമീപം നടന്ന മിസൈൽ ആക്രമണം. ഉക്രൈനിന്റെ ദൂരപരിധിയിലേറിയ ഡ്രോൺ വിക്ഷേപണ ശേഷിയെ പൂർണ്ണമായും തകർത്തുവെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നത്. റഷ്യൻ സായുധ സേന ഈ ദൗത്യത്തിനായി പ്രധാനമായും ഉപയോഗിച്ചത് തങ്ങളുടെ ഏറ്റവും പ്രഹരശേഷിയുള്ള ഇസ്കന്ദർ തന്ത്രപ്രധാനമായ മിസൈൽ സംവിധാനങ്ങളാണ്. കൃത്യതയാർന്ന ലക്ഷ്യവേധനയ്ക്കും അതിവേഗ പ്രഹരശേഷിക്കും പേരുകേട്ട ഇസ്കന്ദർ മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ഈ മിസൈൽ ആക്രമണം ഉക്രൈൻ കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടമാണ് വരുത്തിവെച്ചത്. ആക്രമണത്തിൽ ദീർഘദൂര ഡ്രോണുകൾ കൊണ്ടുപോകുന്നതിനും അവിടെ നിന്ന് തന്നെ വിക്ഷേപിക്കുന്നതിനുമായി പ്രത്യേക മാറ്റങ്ങൾ വരുത്തിയ ഭാരമേറിയ 40ഓളം വലിയ ട്രക്കുകൾ തകർക്കപ്പെട്ടതായി മോസ്കോ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം സംവിധാനങ്ങൾ ഒരേ സമയം തകർത്തതിലൂടെ ഉക്രൈന്റെ പെട്ടെന്നുള്ള വ്യോമാക്രമണ ശേഷിയെ നിഷ്ഫലമാക്കാൻ തങ്ങൾക്ക് സാധിച്ചുവെന്നാണ് റഷ്യ പറയുന്നത്. ഉക്രൈൻ അതിർത്തി കടന്ന് റഷ്യൻ പ്രതിരോധ കേന്ദ്രങ്ങൾക്കും നഗരങ്ങൾക്കും നേരെ തുടർച്ചയായി നടത്തിയിരുന്ന ഡ്രോൺ ആക്രമണങ്ങൾ തടയുക എന്ന തന്ത്രപരമായ ലക്ഷ്യമാണ് ഈ ഘട്ടത്തിൽ റഷ്യൻ സൈന്യം മുൻനിർത്തുന്നത്. അതിവേഗം നീങ്ങാൻ കഴിയുന്ന ഇത്തരം മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ചായിരുന്നു ഉക്രൈൻ റഷ്യയിലെ ഉൾനാടുകളിലേക്ക് ഡ്രോൺ പടയെ അയച്ചിരുന്നത്. ഈ മിസൈൽ ആക്രമണം കീവ് മേഖലയിലെ മൊത്തത്തിലുള്ള സുരക്ഷാ അന്തരീക്ഷത്തെയും ഡ്രോൺ പ്രവർത്തനങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ബോറിസ്പിൽ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ആക്രമണ യൂണിറ്റുകൾക്ക് തങ്ങളുടെ പ്രധാന ഉപകരണങ്ങളും വാഹനങ്ങളും നഷ്ടപ്പെട്ടതോടെ വരും ദിവസങ്ങളിൽ സമാനമായ പ്രത്യാക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ ഉക്രൈന് കഠിനമായി പരിശ്രമിക്കേണ്ടി വരും. സൈനിക താവളങ്ങൾക്ക് ഉപരിയായി വേഗത്തിൽ സ്ഥലം മാറ്റാൻ കഴിയുന്ന മൊബൈൽ ലോഞ്ചറുകളെ ലക്ഷ്യമിട്ടത് റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കൃത്യമായ വിവരശേഖരണത്തിന്റെ ഫലമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. റഡാറുകളിൽ നിന്നും മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്നും ഒളിച്ചു വെക്കാൻ കഴിയുന്ന ഇത്തരം ട്രക്കുകൾ ആക്രമണത്തിന് തൊട്ടു മുൻപ് മാത്രം പുറത്തെടുക്കുന്ന രീതിയാണ് ഉക്രൈൻ സ്വീകരിച്ചിരുന്നത്. ഉക്രൈന്റെ വ്യോമസേനാ ശേഷിയെയും ഡ്രോൺ വിക്ഷേപണ താവളങ്ങളെയും മാത്രമല്ല, അവരെ സഹായിക്കുന്ന തുറമുഖങ്ങളെയും കപ്പലുകളെയും ലക്ഷ്യമിട്ട് റഷ്യ നടത്തുന്ന വിശാലമായ സൈനിക പ്രചാരണത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ആക്രമണം. ഉക്രൈൻ സൈന്യം തങ്ങളുടെ ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കുന്ന സമുദ്ര വ്യോമമാർഗങ്ങളെല്ലാം അടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോസ്കോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആധുനിക യുദ്ധങ്ങളിൽ ഡ്രോണുകൾ കൈവരിച്ച വലിയ പ്രാധാന്യമാണ് ഇത്തരം വലിയ മിസൈൽ പ്രഹരങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം. കുറഞ്ഞ ചെലവിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ഉക്രൈനെ സഹായിച്ചിരുന്നത് ഇത്തരം ദീർഘദൂര ഡ്രോണുകളായിരുന്നു. അതിനാൽ തന്നെ ഉക്രൈന്റെ ഈ സമാന്തര വ്യോമസേനയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് റഷ്യൻ സൈനിക നേതൃത്വത്തിന്റെ മുൻഗണനാ വിഷയമായി മാറിയിരിക്കുകയാണ്. കീവ് മേഖലയിൽ നടന്ന ഈ പ്രഹരത്തോടെ റഷ്യ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വലിയൊരു ചുവടുവെപ്പ് നടത്തിയതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഉക്രൈന് നിരന്തരം തൊടുത്തുവിട്ടിരുന്ന ഡ്രോണുകളെ വായുവിൽ വെച്ച് തടയുന്നതിനേക്കാൾ ഫലപ്രദം അവയുടെ വിക്ഷേപണ കേന്ദ്രങ്ങളും ലോഞ്ചറുകളും നിലത്തുവെച്ച് തന്നെ തകർക്കുന്നതാണെന്ന തന്ത്രമാണ് റഷ്യ ഇവിടെ പ്രയോഗിച്ചത്. റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്കും സൈനിക വിമാനത്താവളങ്ങൾക്കും നേരെ ഉക്രൈൻ നടത്തി വന്നിരുന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും ശമനമുണ്ടാക്കാൻ ബോറിസ്പിലിലെ ഈ ആക്രമണത്തിന് സാധിക്കും. ലോഞ്ചർ ട്രക്കുകളുടെ നാശം ഉക്രൈന് പെട്ടെന്ന് നികത്താനാകാത്ത ഒന്നാണ്. സമുദ്രതീരങ്ങളിലും പ്രധാന തുറമുഖങ്ങളിലും റഷ്യ സമാനമായ നിരീക്ഷണവും ആക്രമണങ്ങളും തുടരുകയാണ്. ഉക്രൈൻ സൈന്യം ഉപയോഗിക്കുന്ന ബോട്ടുകളും കടൽ മാർഗമുള്ള ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും റഷ്യൻ ആക്രമണ പരിധിയിലാണ്. ഉക്രൈനിലെ ഡ്രോൺ നിർമ്മാണശാലകളും സംഭരണ കേന്ദ്രങ്ങളും നേരത്തെ തന്നെ റഷ്യൻ ആക്രമണങ്ങൾക്ക് ഇരയായിരുന്നു. എന്നാൽ നിർമ്മാണശാലകളെക്കാൾ ഉപരിയായി പ്രവർത്തന സജ്ജമായ വിക്ഷേപണ യൂണിറ്റുകൾ തകരുന്നത് ഉക്രൈൻ സൈന്യത്തിന് നേരിട്ടുള്ള പ്രഹരമാണ് നൽകുന്നത്. യുദ്ധം കൂടുതൽ സങ്കീർണമായ സാങ്കേതിക തലത്തിലേക്ക് കടക്കുമ്പോൾ ഇരു കൂട്ടരും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ തീവ്രമാക്കുകയാണ്. എന്നാൽ റഷ്യയുടെ പക്കലുള്ള വലിയ മിസൈൽ ശേഖരവും കൃത്യതയാർന്ന ഇസ്കന്ദർ സംവിധാനങ്ങളും ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ അവർക്ക് വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. റഷ്യൻ അവകാശവാദങ്ങളെക്കുറിച്ച് ഉക്രൈൻ സൈനിക വൃത്തങ്ങൾ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും സംഭവ സ്ഥലത്തെ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. രാജ്യത്തിന്റെ തലസ്ഥാനത്തിന് സമീപം നടന്ന ഈ വമ്പൻ പ്രഹരം ഉക്രൈന്റെ പ്രതിരോധ സംവിധാനങ്ങളിലെ വിടവുകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്.
വരും ദിവസങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് റഷ്യൻ സേനയുടെ തീരുമാനം. ഉക്രൈൻ സായുധ സേനയുടെ ദീർഘദൂര ആക്രമണശേഷി പൂർണ്ണമായും നിർവീര്യമാക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന സൂചനയാണ് മോസ്കോ നൽകുന്നത്. യുദ്ധരംഗത്തെ ശക്തി സന്തുലനത്തിന് വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന ഒന്നായി കീവ് മേഖലയിലെ ഈ പുതിയ മിസൈൽ ആക്രമണം മാറിയിരിക്കുന്നു.